തങ്ങളുടെ പരസ്യമായ പ്രബോധനം ചെയ്യുകയും അവിടെ നിന്ന് സഫ പർവ്വതത്തിന്റെ മുകളിൽ ചെന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രഖ്യാപിക്കുകയും അത് കാരണമായി അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെറിവിളിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, നബിയെ നാശം തങ്ങൾക്കല്ല, നാശമുള്ളത് അബൂലഹബിനാണ്, അവന്റെ ഭാര്യക്കാണ് എന്ന് അറിയിക്കുന്ന ആയത്ത് പരാമർശിക്കുകയുണ്ടായി. അതിൽ നമുക്ക് കാണാം അബൂലഹബിന്റെ 2 മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളെ വിവാഹം ചെയ്തിരുന്നു. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹായെയും റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹായെയും വിവാഹം ചെയ്തിരുന്നു. ഉത്ബത്തും ഉതൈബത്തുമാണ് അബൂലഹബിന്റെ 2 മക്കൾ. ഇവരാണ് വിവാഹം ചെയ്തത് എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളുമായി പുത്രിമാരുമായി അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ വിമർശിക്കുകയും അതിന്റെ കാരണമായി ഉതൈബയെ സിംഹം പിടിക്കുകയും ചെയ്തു. പിന്നീടുള്ള ഉത്ബത്ത്, മുഅത്തിബ് എന്നിവർ ഫത്ഹ് മക്കയുടെ അന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ വഴികളിലും കുപ്പിച്ചില്ലുകളിലും മുള്ളുകളും കൊണ്ടുപോയി ഇടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുകയും ഏഷണി പറയുകയും ചെയ്ത അബൂലഹബിന്റെ ഭാര്യ അവനെ നശിപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ? ആ പെണ്ണിനെ ഒരു മലക്ക് വന്നിട്ട് വലയം ചെയ്തു. അവളുടെ പിൻഭാഗത്തിലൂടെ വരികയും അവളെ ഒരു കയറിങ്ങനെ വലിഞ്ഞു മുറുക്കുന്ന രൂപത്തിൽ അവളുടെ അന്ത്യം കുറിക്കുകയും ചെയ്യുകയാണ്. ഇനി അബൂലഹബിനെ എങ്ങനെയാണ് അല്ലാഹു പാഠം പഠിപ്പിച്ചത്? അബൂലഹബ് മരണശൈലിയിൽ കിടക്കുകയാണ്. ആ സമയത്താണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബദർ യുദ്ധം നടക്കുന്നത്. ആ ബദർ യുദ്ധത്തിന് പോകാൻ ശത്രുപക്ഷത്ത് നിൽക്കാനുള്ള സങ്കടം അബൂലഹബിനുണ്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ പകരം നിൽക്കാനായിട്ട് മറ്റൊരാളെ പറഞ്ഞയക്കുക. അങ്ങനെ പറഞ്ഞയച്ചു. അത്രയും വലിയ ഇസ്ലാമിനോട് വിരോധമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അവസാന സമയം അദ്ദേഹത്തിന് വല്ലാത്ത പകർച്ചവ്യാധി വരികയാണ്. ആ പകർച്ചവ്യാധി വന്നിട്ട് ശരീരം മുഴുവനും വ്രണം വരാൻ തുടങ്ങുകയാണ്. അങ്ങനെ വ്രണം വരാൻ തുടങ്ങുകയും അവസാനം ആരും അദ്ദേഹത്തിലേക്ക് അടുക്കാൻ പറ്റാത്ത രൂപത്തിൽ വല്ലാത്ത നാറ്റം വരികയാണ്. അവന്റെ ശരീരത്തിൽ നിന്നും ദുർഗന്ധം വരാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഈ നാറ്റം കൊണ്ട് കുടുംബക്കാർ അവനെ അകന്നു, സ്വന്തം മക്കൾ അകന്നു, എല്ലാവരും അകന്നു നിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലാണ് അവന്റെ അന്ത്യം കുറിക്കുന്നത്. കാരണം ഇവൻ ആരെയാണ് ചീത്ത പറഞ്ഞത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ചീത്ത പറഞ്ഞത്. ഖുർആനിൽ ഒരു സ്ഥലത്തും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിച്ചപ്പോൾ പോലും ഒരു വ്യക്തിയുടെയും പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു വ്യക്തിയുടെ പേര് മാത്രം പറഞ്ഞ് ആക്ഷേപിച്ചത് അബൂലഹബിനെ മാത്രമാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് പറയുന്നത് അബൂലഹബിനെ മാത്രം ഉന്നം വെച്ച് നോക്കിയിട്ടാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറഞ്ഞാൽ അല്ലാഹുവിനെ ചീത്ത പറഞ്ഞതുപോലെയാണല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെയാണല്ലോ. അതല്ലേ അല്ലാഹു തആല പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്.
നബിയെ തങ്ങൾ പറയണം, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടർന്നോളൂ, എങ്കിൽ എങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുകയും ചെയ്യുന്നതാണ്. അല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ധാരാളം പുറത്തു കൊടുക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പരസ്യ പ്രബോധനം ആരംഭിച്ചെങ്കിലും വിശ്വാസം അത് വെളിപ്പെടുത്താൻ പലർക്കും പ്രയാസമുണ്ടായിരുന്നു. അവർ ദാറുൽ അർഖമിലാണ്, അവർ ആ റൂമിന്റെ ഉള്ളിലാണ്, പുറത്തേക്ക് പോകാൻ പേടിയാണ്. അങ്ങനെ പലരും വിശ്വാസത്തെ മറച്ചു വെക്കുകയാണ്. കാരണം പേടിയാണ് പുറത്തു പറയാൻ. പറഞ്ഞാൽ ഉടനെ കൊല്ലുമെന്നുള്ളത് ഉറപ്പാണ്. അതിൽ ഒരല്പം ശമനമുണ്ടായത് നുബുവത്തിന്റെ 6ാമത്തെ വർഷം മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് ഒന്നുകൂടെ ധൈര്യം പ്രാപിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനവുമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് ഇസ്ലാം ഓരോ ദിവസം വളർന്ന് പന്തലിക്കുകയാണ്. വിശ്വാസികളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. പലരും ഇങ്ങനെ മറഞ്ഞു നോക്കുന്നുണ്ട്, ഓ ഇസ്ലാം പിടുത്തം വിട്ടോ എന്നിങ്ങനെ നോക്കുന്നുണ്ട്. പലരും ഇസ്ലാമിനെ പിടിച്ചു കെട്ടാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അപ്പോഴാണ് ശത്രുക്കൾ ഇസ്ലാമിനെ പിടിച്ചു കെട്ടാനും മർദ്ദനങ്ങൾ അയച്ചു വിടാനും തുടങ്ങുകയാണ്. ഇതനുസരിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനും സംരക്ഷകനുമായ അബൂ ത്വാലിബ്, അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ശത്രുക്കൾ വരികയാണ്. ശത്രുക്കൾ വന്നു അബൂ ത്വാലിബിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ സഹോദര പുത്രനുണ്ടല്ലോ, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ഭാഷയിൽ മുഹമ്മദ് എന്നാണ്. അവർ പറഞ്ഞു, എന്നിട്ട് ആ മുഹമ്മദ് ഞങ്ങളെ ദൈവങ്ങളെയൊക്കെ ചീത്ത പറയുന്നുണ്ട്, ഞങ്ങളെ മതം അവഗണിക്കുന്നുണ്ട്, ആരാധനകളെ പരിഹസിക്കുന്നുണ്ട്. അതിനാൽ ഇത്തരം പ്രവണതകളിൽ നിന്ന് നിങ്ങളെ സഹോദരനെ പുത്രനെ തടഞ്ഞു വെക്കണം, അല്ലെങ്കിൽ അവനുമായി എല്ലാ ബന്ധങ്ങളും നിങ്ങൾ ഒഴിവാക്കണം. ഇതൊക്കെ പറഞ്ഞിങ്ങനെ അബൂ ത്വാലിബിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി, സംരക്ഷണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പല അടവും എടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദൈവത്തെയും അതുപോലെ തന്നെ മറ്റു മതസ്ഥരെയും ചീത്ത പറഞ്ഞിട്ടേ ഇല്ല. തങ്ങൾ പറഞ്ഞത് എന്താണ്? അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ല, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് മറ്റുള്ളവരുടെ ഇടയിൽ വ്രണപ്പെടുത്താനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭീകരവാദിയും തീവ്രവാദിയുമായി ചിത്രീകരിക്കാനുമുള്ള അടവാണ്. അസൂയക്കാർ അങ്ങനെയാണല്ലോ, പല ഏഷണികളും അതുപോലെ തന്നെ ഫിത്നകളും പറഞ്ഞു നടക്കുക എന്നുള്ളത് അവരുടെ തൊഴിലാണ്. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് സഹിക്കുകയാണ്. അബൂ ത്വാലിബിനോട് ഇവർ പറഞ്ഞു. പക്ഷേ അബൂ ത്വാലിബ് ഇങ്ങനെയെല്ലാം കേട്ടു. അത് നമുക്ക് ശരിയാക്കാമെന്നും പറഞ്ഞു അവരെ വിടുകയാണ്. എന്നാൽ കുറച്ചും കൂടെ കഴിഞ്ഞു. ഒരു ഇടവേളയ്ക്ക് ശേഷം അവർ വീണ്ടും അബൂ ത്വാലിബിനെ കാണുകയാണ്. ആ കാണുന്ന സമയത്ത് ഒരല്പം ഗൗരവത്തിലാണ് ഇരുന്നത്. അവർ വന്നു, വാതിലിന് മുട്ടി, തുറന്നു നോക്കും. ഇപ്പോ ശത്രുക്കളാ. അബൂ ത്വാലിബ്, എന്താ നിങ്ങളെ പ്രശ്നം? അബൂ ത്വാലിബിനോട് പറയാണ്, അല്ല അബൂ ത്വാലിബേ, ഞങ്ങൾ നിങ്ങളെ പ്രായം കൊണ്ട് മുതിർന്ന, ഞങ്ങളെക്കാൾ മുതിർന്ന ആളാണ്, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഞങ്ങൾക്കിടയിൽ നിങ്ങളുടെ മഹത്വവും സ്ഥാനവും ഒക്കെ വലുതാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നിങ്ങളെ സഹോദര പുത്രനെ പറ്റി നേരത്തെ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു പരാതിപ്പെട്ടിരുന്നു, പക്ഷേ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ക്ഷമിക്കാനാവില്ല. 2 അപേക്ഷകളാണ് ഇനി ഞങ്ങൾക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. ഒന്ന്, മുഹമ്മദ് പ്രചരിപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മുഹമ്മദിനെ തടയിടണം. 1. 2 എന്താണ്?
ഒരു കരുത്തനായ നല്ല ഹൈറ്റും വെയിറ്റുള്ള, നമ്മളെ ഭാഷയിൽ എങ്ങനെ പറഞ്ഞാൽ നല്ല ഉഷാറുള്ള ഒരാളെ അബൂ ത്വാലിബിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾ ഇവനെ പിടിച്ചോളൂ, എന്നിട്ട് നിങ്ങൾ ഇവനെ വളർത്തുപുത്രനായിട്ട് നിങ്ങൾ വളർത്ത് എന്തോ ചെയ്തോളൂ. ഞങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നിങ്ങളുടെ സഹോദരൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകനുണ്ടല്ലോ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ ഞങ്ങൾക്കൊന്ന് വിട്ടുതരണം പറഞ്ഞു. ഇപ്പൊ വരുന്നത് കയ്യൂക്കിന്റെ ബലത്തിലാണ് വരുന്നത്. അബൂ ത്വാലിബ് ഇങ്ങനെ കുറച്ചിങ്ങനെ ആലോചിച്ചു നോക്കി, എന്തപ്പോ പറയുന്നത്? ഇവര് നല്ല ചെറുപ്പക്കാരനെ, നല്ല ഹൈറ്റും വെയിറ്റുള്ള നല്ല ഒരു ചെറുപ്പക്കാരനെ എനിക്ക് തന്നിട്ട് ഞാൻ ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ വളർത്തണം. എൻ്റെ സഹോദരപുത്രനായ ഞാൻ സ്നേഹിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവർക്ക് വിട്ടുകൊടുക്കുക. അതെന്തിനാണ്? ഇവർക്ക് കൊല്ലാനും. എന്ത് വർത്താനം അവർ പറയുന്നത്? ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അബൂ ത്വാലിബ് ഇങ്ങനെ ചിന്തിച്ചിട്ട് അവരോട് പറഞ്ഞു, എല്ലാ മനുഷ്യന്മാരെ, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ തരുന്ന ആളെ വളർത്തുകയും ചെയ്യുക, എൻ്റെ മകനെ നിങ്ങൾ കൊല്ലുകയും ചെയ്യുക എന്നും അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്ന് മടങ്ങുകയാണ്. അങ്ങനെ ഖുറൈശികൾ അബൂ ത്വാലിബിനെ സ്വാധീനിക്കാൻ പല തന്ത്രങ്ങളും എടുക്കുകയാണ്. ഇതുകൊണ്ടൊന്നും ഒരു ഫലം കിട്ടുന്നില്ല. എന്നിട്ട് അബൂ ത്വാലിബിൻ്റെ അടുത്ത് കണ്ട് പോയി വീണ്ടും പറയാണ്, നിങ്ങൾക്ക് അധികാരം വേണ്ടത്, ഞങ്ങൾ അധികാരം തരാം. സമ്പത്ത് വേണോ? അത് തരാം. എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം. പക്ഷേ നിങ്ങളെ ആ സഹോദരപുത്രനുണ്ടല്ലോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ ഞങ്ങൾക്കൊന്ന് വിട്ടു തരണം, അല്ലെങ്കിൽ അവരോടൊന്ന് ഈ പ്രചരണം നിർത്താൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞു. ഒരുപാട് തവണ വന്ന് കണ്ട് ഇങ്ങനെ ശല്യം ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളും അങ്ങനെയാണല്ലോ, സ്വാഭാവികമായിട്ട് ഇങ്ങനെ പല തവണ ഓരോരുത്തരിങ്ങനെ വന്നിട്ട് പറയണം, അത് നിർത്തണം, ഇത് നിർത്തണം എന്നിങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് പറഞ്ഞു നോക്കും, മോനൊന്ന് നിർത്തിക്കാൻ, വല്ലതിങ്ങനെ കേൾക്കാൻ കഴിയണില്ല എന്ന് പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് വിളിച്ചു. വാത്സല്യത്തോടെയാണ് അബൂ ത്വാലിബ് പറയുന്നത്, മോനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് ഇതൊന്ന് അവസാനിപ്പിക്കാം, അവരെ ഇത് സഹിക്കാൻ കഴിയുന്നില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുഖം വിവർണമാവുകയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിന്റെ വാക്കുകൾ ഇങ്ങനെ ശ്രവിച്ചു, ശാന്തനായി മുഴുവനും കേട്ടു. കേട്ടതിന്റെ ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിനോട് പറയുകയാണ്, അല്ലയോ മൂത്താപ്പാ, എന്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും അവർ വെച്ച് തന്നാൽ പോലും ഈ വിശുദ്ധ ഇസ്ലാമിന്റെ ദൗത്യം ഞാൻ പൂർത്തീകരിക്കാതെ നിൽക്കില്ല. ഈ ദൗത്യം ഉപേക്ഷിക്കുന്ന പ്രശ്നമേ ഇല്ല. ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ വിജയിപ്പിക്കുമെന്നുള്ളത് ഉറപ്പാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മകനുണ്ടല്ലോ അല്ലാഹുവിന്റെ മാർഗത്തിൽ ശഹീദായി മരിക്കും മൂത്താപ്പാ. അതുവരെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടടിക്കാൻ ഞാനില്ല എന്നുറക്കെ പ്രഖ്യാപിക്കുകയാണ് ആൺകുട്ടികളുടെ വർത്താനം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഈമാൻ എത്രയാണ് തുറന്നങ്ങനെ പ്രഖ്യാപിച്ചു. അബൂ ത്വാലിബ് ഇങ്ങനെ കേട്ടിട്ട് പറഞ്ഞു, മോനെ മുഹമ്മദേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. ഇത്രയും നല്ല ആദർശത്തിന്റെ ഉടമയാണ് നിങ്ങളെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രചരണത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, ഒരു പ്രശ്നവും ഇല്ല. അബൂ ത്വാലിബിന്റെ പിന്തുണയാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ നിലപാടിനെ പിന്തുണയുമായി അബൂ ത്വാലിബും ഉണ്ട്. അബൂ ത്വാലിബിനെ സ്വാധീനിക്കാൻ കഴിയാത്തതിന്റെ വിഷമത്തിലാണ് അവരുള്ളത്. പക്ഷേ ഇനി എന്ത് വേണം? ഇനിയുള്ള ആകമാർഗം ജനങ്ങൾക്കിടയിൽ ചിത്രത വരുത്തണം,
തെറ്റിദ്ധാരണകൾ പരത്തണം. അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ്. ഒന്നാമത്തെ കള്ളപ്രചരണം. ഒന്ന്, അവർ പറയുന്നു മുഹമ്മദ് ഭ്രാന്തനാണ്. ഇതിന് നേതൃത്വം നൽകിയത് വലീദ് ബിൻ മുഗീറയാണ്. അവൻ എന്താ ചെയ്യുന്നത്? ഹജ്ജിന്റെ സീസണായി കഴിഞ്ഞാൽ മക്കയിലെത്തുന്ന വിദേശികളുണ്ട്, ധാരാളം വിദേശികളുണ്ട്. ആ വിദേശികളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കാര്യമായും അയച്ചു വിടുന്നത്. വരുന്നവരോടൊക്കെ പറയാം മുഹമ്മദ് ഭ്രാന്തനാണ്, അവന്റെ വലയിൽ കുടുങ്ങരുത്. വരുന്നവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു പരുത്തുകയാണ്. രണ്ടാമത്തെ പ്രചരണം, മുഹമ്മദ് മാരണം ചെയ്യുന്ന ആളാണ്, സിഹിർ ചെയ്യുന്ന ആളാണ്, സിഹിർ ചെയ്ത് കുടുംബ ബന്ധം തകർക്കുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് ഇത്രയും കള്ളപ്രചരണങ്ങൾ നടത്തുന്നത്. നമുക്കറിയില്ലേ, മഹാനായ അസ്വദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? കാരണം മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്നത് എന്താണ്? കുടുംബം തകർക്കുന്ന ആളാ, ഭ്രാന്തനാണ്. അങ്ങനത്തെ ഭ്രാന്തൻ എങ്ങനെയാണ് കുടുംബത്തിൽ പെരുമാറിയരുത് എന്ന് അറിയണമല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന ഫീ മിഹ്നതി അഹ്ലിഹി. തങ്ങളെ കുറിച്ചാണോ അങ്ങനെ പറയുന്നത്? തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബത്തോടൊപ്പം വീട്ടുജോലി ചെയ്യുന്ന ആളാണ്. അതേ, വീടിന്റെ മുറ്റം അടിച്ചു വാരുന്ന ആളാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ഇന്നേ വരെ വീടൊന്ന് അടിച്ചു വാരിയിട്ടുണ്ടോ? അടിച്ചു വാരിയവരുണ്ടാകും. എന്തെങ്കിലും നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഭ്രാന്തനാണെന്നും കുടുംബബന്ധം തകർക്കുന്നവനാണെന്നും പറഞ്ഞ് ഇസ്ലാമിനെതിരെ പ്രചരണം അയച്ചു വിടുന്നവർക്കെതിരെ ആയിഷ ബീവി ഉറച്ചു പറയുകയാണ്, തങ്ങൾ വീട്ടുജോലി എടുക്കുന്ന ആളാണ്, അടിച്ചു വാരുന്ന ആളാണ്. എന്നിട്ടോ ഫഇദാ ഹളറത്തി സ്വലാത്തു ഖാമ ഫസല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടുജോലിയൊക്കെ എടുക്കുമെങ്കിലും നിസ്കാരത്തിന്റെ സമയമായോ അവിടെ നിന്ന് എല്ലാം നിർത്തിവെച്ച് ഖാമ ഫസല്ല, അവിടെ നിന്ന് നിസ്കാരത്തിന് സമയമായാൽ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആളാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവിടെ നിന്ന് തുടരുകയാണ്, മാ ദഅഅഹു അഹദുൻ മിൻ അസ്ഹാബിഹി വലാ മിൻ അഹ്ലി ബൈതിഹി ഇല്ലാ ഖാല ലബൈക്. തന്റെ സ്വഹാബികളിൽ ധാരാളം നല്ല ബിസിനസ് ചെയ്യുന്ന നല്ല പണക്കാരുണ്ട്, പാവപ്പെട്ട ആളുണ്ട്, കണ്ണ് കാണാത്ത ആളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ആ സ്വഹാബികളിൽ നിന്ന് ഒരാൾ വിളിച്ചാൽ മതി, അത് ഇന്ന വ്യക്തി എന്നില്ല, ആര് വിളിച്ചാലും ഖാല ലബൈക് ലബൈക് എന്നും പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർ ചോദിക്കുന്നതിന് മറുപടി പറയാനും എല്ലാം തയ്യാറാകുന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ സ്വഭാവത്തിന്റെ മഹത്വത്തിലേക്ക് നമ്മുടെ ഒരാളുടെയും സ്വഭാവം എത്താത്തത് കൊണ്ടല്ലേ തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അവിടുത്തെ സ്വഭാവം മഹത്വമുള്ള സ്വഭാവത്തിന്റെ ഉടമയാണ്, അത്രയും വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ ഇങ്ങനെ അയച്ചു വിടുകയാണ്, മുഹമ്മദ് ഭ്രാന്തനാണ്, മുഹമ്മദ് മാരണം ചെയ്യുന്ന ആളാണ്. അവരുടെ തൊള്ളക്ക് ലൈസൻസ് ഇല്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഇവരുടെ പ്രചരണങ്ങൾ ധാരാളം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും ചിലർക്കൊന്നും അത് ഫലിക്കുന്നില്ല. പ്രചരണങ്ങൾ ഇങ്ങനെ നടത്തുകയാണ്, പ്രചരണങ്ങൾ ഇങ്ങനെ നടത്തുന്നതനുസരിച്ച് ജനങ്ങൾക്കൊരു മോഹം, എന്നാ പിന്നെ ഒന്ന് കണ്ടാലോ, ഒന്ന് പോയി നോക്കിയാലോ, ഒന്ന് കണ്ടാലോ എന്ന് കരുതുകയാണ്. തെറ്റിദ്ധരിച്ചവർ പോലും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്നുണ്ട്. മക്കയിൽ ഹാജിമാര് കടന്നു വരുന്ന മലഞ്ചെരുവുണ്ട്,
ആ മലമ്പാതകളിലും ഊടുവഴികളിലും ഖുറൈശി സംഘങ്ങൾ നിലയുറപ്പിച്ചു. എന്തിനാണത്? ഇസ്ലാമിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും ദുഷ്പ്രചരണങ്ങൾ നടക്കാൻ. അവർ എത്ര ദുഷ്പ്രചരണങ്ങൾ നടത്തിയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് അങ്ങനെ എങ്ങാനും ഉദ്ദേശിച്ചാൽ അല്ലാഹു തആല ഹിദായത്ത് നൽകും. എന്നാൽ അല്ലാഹു വഴികേടിലാക്കാൻ ഉദ്ദേശിച്ചാൽ അവരെ വഴികേടിലാക്കുക തന്നെ ചെയ്യും, ഉറപ്പാണല്ലോ. എന്നാൽ പ്രവാചക നിയോഗം അറിഞ്ഞു, നുബുവത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടി എന്ന സന്തോഷ വാർത്ത അറിഞ്ഞതിന് ശേഷം നജ്റാനിൽ നിന്നും ഒരു ക്രിസ്ത്യൻ സംഘം മക്കയിലേക്ക് എത്തുകയാണ്. അവർ 20ഓളം പേരുണ്ട്. മസ്ജിദുൽ ഹറാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് അവർ ആശയവിനിമയം നടത്തുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ നനഞ്ഞുപോയി, കണ്ണുനീർ ഒഴുകുന്നു. അതേ ഖുർആനിന്റെ ഓരോ വാചകങ്ങളും ഒരാളുടെ ഹൃദയത്തിലേക്ക് തട്ടിയാൽ തീർച്ചയായും അവരുടെ കണ്ണുകൾ ഒഴുകും, അവരുടെ ഈമാൻ വർദ്ധിക്കും. അത്രയും പവർ ഖുർആനിനുണ്ടല്ലോ. അവരുടെ കണ്ണുകൾ ഇങ്ങനെ ഒഴുകുകയാണ്. അവർ ഇസ്ലാം ഉടനെ തന്നെ സ്വീകരിക്കുകയാണ്. മാത്രമല്ല അവരുടെ വേദഗ്രന്ഥത്തിൽ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ ഇതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആ പരിചയപ്പെടുത്തിയ അന്ത്യപ്രവാചകൻ അവർ കണ്ടെത്തിയല്ലോ എന്നൊരു സന്തോഷത്തിലാണ് അവർ. ഒരു കൂട്ടം ഖുറൈശികൾ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംവദിക്കുന്നതും അവരുമായി കുശലം പറയുന്നതും ഇസ്ലാം സ്വീകരിക്കുന്നതും മസ്ജിദുൽ ഹറാമിന്റെ ഒരു വശത്ത് നിന്ന് അതേ ഖുറൈശികൾ ഇത് കാണുന്നുമുണ്ട്. അങ്ങനെ ഈ സംഘം അവിടെ നിന്ന് എഴുന്നേറ്റപ്പോ അബൂജഹലും കൂട്ടരും അവരെങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് അവരോട് പറയാണ്, നിങ്ങൾ യാത്രക്കാരല്ലേ, ദൈവം നിങ്ങളെ നിരാശപ്പെടുത്തട്ടെ. നിങ്ങൾ ഇങ്ങനെ യാത്രയും ചെയ്ത് ഈ മനുഷ്യന്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ മതങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ മതം ഒഴിവാക്കുകയും നിങ്ങൾ അയാളെ വിശ്വസിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത്രയും വിഡ്ഢികളായ ആളുകളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരെ ശകാരിക്കാൻ തുടങ്ങിയപ്പോ നജ്റാനികൾ അബൂജഹലിനോട് പറഞ്ഞു, നിങ്ങളുമായി വിഡ്ഢിത്തം സംസാരിക്കാൻ ഞങ്ങളില്ല. നിങ്ങൾ നിങ്ങളുടെ ആദർശമായിട്ട് നിങ്ങൾ പോയിക്കോളൂ. ഞങ്ങൾ വിശ്വസിക്കേണ്ടവരെ ഞങ്ങൾ വിശ്വസിക്കോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പണി നോക്കാം. അപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ. അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ച സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ അതിലെ സത്യം മനസ്സിലാക്കിയത് കാരണം തറാ അയ്യുനഹും തഫീദു മിനദ്ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ് യഖൂലൂന റബ്ബനാ ആമന്നാ ഫഖ്തുബ്നാ മഅശ്ശാഹിദീൻ. അങ്ങനെ അവർ വിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ചെയ്ത അവരുടെ കണ്ണുകളിൽ നിന്ന് അശ്രുകണങ്ങൾ വാർന്നൊഴുകും. അങ്ങനെ അവർ വിശ്വസിക്കുകയും മാത്രമല്ല യഖൂലൂന അവരെ പറയുകയും റബ്ബനാ ആമന്നാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആമന്നാ ഞങ്ങൾ നിന്നെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, ഫക്തുബ്നാ മഅശ്ശാഹിദീൻ, നീ ഞങ്ങളെ സത്യസാക്ഷികളുടെ കൂടെ രേഖപ്പെടുത്തണേ അല്ലാഹ് എന്നവർ പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ ഇറങ്ങുകയാണ്. അങ്ങനെ ഇപ്പോൾ നജ്റാനിലെ 20 സംഘങ്ങൾ വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയാണ്. വമാദുൽ അസ്ദി പറയുന്നുണ്ട്. വമാദുൽ അസ്ദി എന്ന് പറയുന്നത് അദ്ദേഹം വലിയ മന്ത്രവാദിയാണ്. മന്ത്രവാദി എന്ന് പറഞ്ഞാൽ മറ്റു ഇസ്ലാമിനോട് യോജിക്കാത്ത മന്ത്രവുമായിട്ട് നടക്കുന്ന ആളാണ്. കുഫ്രിയത്തിന്റെ മന്ത്രം. അദ്ദേഹത്തിനോടും ഇവർ പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിനെ കാണരുത്, അദ്ദേഹം ഭ്രാന്തനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോ വമാദുൽ അസ്ദിക്ക് ഒരു ആശ, അങ്ങനെ ഒരു ഭ്രാന്തുണ്ടെങ്കിൽ
ഞാൻ പോയിട്ട് ആ സാധുവിന്റെ ഭ്രാന്തൊന്ന് മാറ്റിക്കൊടുത്താലോ എന്നിങ്ങനെ ചിന്തിച്ച് ലൊമാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. നല്ല മനസ്സോടെ വന്നതാണ് അദ്ദേഹം, മറുപക്ഷത്താണ്. നല്ല മനസ്സോടെ ഭ്രാന്തൊന്ന് മാറ്റിക്കൊടുക്കാന്ന് കരുതിയിട്ട് വന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭ്രാന്തോ, എങ്കിലും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു നല്ല മനസ്സ്, ആ ഒരു ഭ്രാന്ത് മാറ്റിക്കൊടുക്കാന്നുള്ള ഒരു മനസ്സുമായിട്ട് വരികയാണ്. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിശാച് ബാധക്കും ഭ്രാന്തിനൊക്കെ നല്ല മന്ത്രം എൻ്റെ അടുത്തുണ്ട്, അതോടുകൂടെ ഭ്രാന്തൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം ലൊമാദ് വന്നത് അവര് ദുഷ്പ്രചരണം നടത്തിയിട്ട് വരികയാണ്. അതുകൊണ്ടാണ് ഈ ഭ്രാന്ത് എന്നുള്ള പ്രയോഗം എൻ്റെ മേൽ പ്രയോഗിച്ചത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനു. ഇതിങ്ങനെ കേൾക്കാണ് ലൊമാദ് ഒന്നുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുമോ? തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു. കേൾക്കാൻ വീണ്ടും ആവേശം. ലൊമാദ് പറഞ്ഞു, മുഹമ്മദേ ഒന്നുകൂടെ എനിക്ക് പറഞ്ഞു തരണം. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു. അത്ഭുതത്തോടെ ലൊമാദ് പറഞ്ഞു, ഞാൻ പല ജ്യോത്സ്യന്മാരെയും സമീപിച്ചിട്ടുണ്ട്, പല കവികളെയും ഞാൻ കണ്ടിട്ടുണ്ട്, അറബി ഭാഷയിൽ ധാരാളം നൈപുണ്യമുള്ള നല്ല കലാം, നല്ല സംസാരം സംസാരിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സാധാരണ മുഹമ്മദല്ല. ഓ മുഹമ്മദേ, അവിടത്തെ കൈയൊന്ന് നീട്ടണേ മുഹമ്മദേ. ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാം സ്വീകരിച്ചു. അൽഹംദുലില്ലാഹ് സയ്യിദുൽ എത്തിയിട്ടുണ്ട്. അല്പം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അങ്ങനെ ലൊമാദും ഇസ്ലാം സ്വീകരിച്ചു. നോക്കൂ നിങ്ങൾ, എത്ര പ്രചരണം നടത്തിയിട്ടും വിലപേശുന്നില്ല. ഇനി തുഫൈലിനെ നമുക്ക് പരിചയപ്പെടാം. തുഫൈൽ ഇബ്നു അംർ ദൗസി, അദ്ദേഹം വലിയ കവിയാണ്, നല്ല പ്രതിഭാശാലിയാണ്, ഗോത്രത്തിൽ സ്വാധീനമുള്ളവനാണ്, ആദരണീയനാണ്. തുഫൈൽ മക്കയിലെത്തിയപ്പോൾ ഖുറൈശികളൊക്കെ വളഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മുഹമ്മദ് എന്നൊരു വ്യക്തിയുണ്ട്, അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്, സമൂഹത്തെ ശിഥിലമാക്കുന്ന ആളാണ്, ഐക്യം തകർക്കുന്ന ആളാണ്, മാരണം ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു. മാത്രല്ല, ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഭാര്യയെയും ഭർത്താവിനെയും തെറ്റിപ്പിക്കുന്ന ആളാണ്, ജനങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ, തൊള്ളി തോന്നിയതൊക്കെ പറയാം. സുബ്ഹാന ജല്ല ജലാലുഹു. അങ്ങനെ തുഫൈൽ പറയുകയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഞാൻ ഒന്നും തന്നെ കേൾക്കൂല എന്നും കരുതിയിട്ടാണ് ഞാൻ മക്കയിലേക്ക് പോകുന്നത്. എത്രമാത്രം ഞാൻ എൻ്റെ കാതിൽ കുറച്ച് പരുത്തിയിട്ട് കുത്തി തിരികിയിട്ടാണ് ഞാൻ മക്കയിലേക്ക് പോകുന്നത്. ഒന്നും കേൾക്കരുത് മുഹമ്മദിൽ നിന്ന്. കാരണം എന്തെല്ലാമാണ് കേൾക്കുന്നത്. ഇത്രയും പ്രചരണങ്ങൾ കേട്ട ഒരാളും കേൾക്കൂലല്ലോ. ഒന്നും കേൾക്കരുത് എന്ന് കരുതി കാതിൽ പഞ്ഞിയും കുത്തി നിറച്ച് ഞാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ മക്കയിലെത്തി. ഒരു ദിവസം പള്ളിയിലെത്തിയപ്പോൾ കഅബക്ക് സമീപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്ത് നിസ്കരിക്കുകയാണ്. ഞാൻ മെല്ലെ ഒന്ന് വീക്ഷിച്ചു. ഖുർആൻ ഇങ്ങനെ ഓതുക. നിസ്കാരത്തിലാണല്ലോ, എന്തപ്പോ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി ഞാൻ മെല്ലെ എൻ്റെ കാതിലുള്ള പരുത്തി എടുത്തിട്ട് എന്താണ് പറയുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പൊ മനോഹരമായ ഖുർആൻ പാരായണമാണ്. അതിങ്ങനെ കേട്ടപ്പോ ഖുർആൻ ഒരാളുടെ ഹൃദയം പിടിച്ചു കുലുക്കുമല്ലോ. ഖുർആൻ കേട്ടു അദ്ദേഹത്തിന് വല്ലാത്തൊരു ആത്മീയ ഊർജം ലഭിച്ചതുപോലെ മനോഹരമായ വചനങ്ങൾ കേട്ടപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പറഞ്ഞത് കേൾക്കാൻ വീണ്ടും വീണ്ടും കൊതി വരുന്നത് പോലെ നിസ്കാരം കഴിഞ്ഞു. അദ്ദേഹം പറയുന്നു, ഞാൻ മെല്ലെ മുഹമ്മദിന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലെ നടന്നുപോയി. എങ്ങോട്ടാണ് പോകുന്നത്? വീട്ടിലേക്കാണ് പോകുന്നത്. ആ വീട്ടിലേക്ക് പോകുന്നത് വരെ ഞാൻ ഇങ്ങനെ പിന്തുടർന്നു. വീട്ടിലെത്തി.
ഞാൻ മുഹമ്മദിനോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നേരത്തെ ഓതിയതൊന്ന് കേൾപ്പിച്ചു തരുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ കാരുണ്യത്തിന്റെ നേതാവല്ലേ, ഏത് ശത്രുവിനോടും പുഞ്ചിരിയോടെ നേരിടുന്ന നേതാവല്ലേ. ഖുർആൻ അതാ ഓതി കേൾപ്പിക്കുന്നു. അതങ്ങ് ഓതി കേൾപ്പിച്ചപ്പോൾ ആ തുഫൈലിന്റെ ഹൃദയാന്തരങ്ങളിൽ സത്യവിശ്വാസത്തിന്റെ പ്രകാശം അങ്ങനെ പരക്കുകയാണ്. ആരാണ് പ്രകാശം പരക്കുകയാണ്? ആരാണ് തുഫൈൽ? സുബ്ഹാനല്ലാഹ്. നേരത്തെ ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാക്കിൽ നിന്ന് ഒന്നും കേൾക്കരുത് എന്നും കരുതി പരുത്തി കുത്തി നിറച്ചു വന്ന ആളാണ്. പിന്നെ അതാ ആ വിശുദ്ധ ഖുർആൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ സത്യത്തിന്റെ വിശ്വാസത്തിന്റെ വാതിൽ തുറക്കുകയാണ്. ആ സത്യവിശ്വാസത്തിന്റെ പ്രകാശം മനസ്സിലേക്ക് അഞ്ഞടിക്കുകയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈപിടിച്ച് ഉടനെ പ്രഖ്യാപിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നും പറഞ്ഞ് വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയാണ്. നോക്കൂ മുഅ്മിനീങ്ങളെ, നേരത്തെ എത്ര പ്രചരണങ്ങൾ നടത്തി, ഒന്നും യേശിയില്ല. മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ഇനി ഞാൻ മാത്രല്ല, തങ്ങളുടെ പ്രസ്ഥാനം സത്യമാണ്. അതുകൊണ്ട് തങ്ങളുടെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കും. അതിനുള്ളൊരു പ്രചോദനമായിട്ട് എനിക്ക് അങ്ങയുടെ ഒരു പ്രതിനിധിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് വേണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഒന്ന് തടവിക്കൊടുത്തു. അതാ മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ പ്രകാശം അങ്ങനെ തിളങ്ങുകയാണ്. അപ്പൊ രണ്ട് കണ്ണിന്റെ ഇടയിൽ വേറൊരു പ്രകാശം വരുമ്പോ അതൊരു ഐബായി തീരുമോ എന്ന് കരുതിയപ്പോൾ തങ്ങളോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, ഇതൊരു വൈരൂപ്യമായി ജനങ്ങൾ കരുതുമോ എന്നിങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രകാശം എടുത്തിട്ട് ഒരു വടിയുടെ മുനയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അതാ ഒരു വടിയുടെ മുന പ്രകാശിക്കുന്ന രൂപത്തിൽ തുഫൈൽ റളിയല്ലാഹു അൻഹു മാറുകയാണ്. അതുകൊണ്ട് തന്നെ ദുന്നൂർ, പ്രകാശത്തിന്റെ ഉടമ എന്നായിരുന്നു തുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേര്. അദ്ദേഹത്തിന്റെ പിതാവും ഭാര്യയും മറുപക്ഷത്താണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രബോധനം കാരണം വിശുദ്ധ ഇസ്ലാമിലേക്ക് പിന്നീട് കടന്നു വരികയാണ്. അങ്ങനെ അതാ തന്റെ ഗോത്രത്തിലുള്ള പലരും കുറച്ചു കാലമൊക്കെ വിസമ്മതിച്ച് നടന്നെങ്കിലും പിന്നീട് വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയാണ്. ചുരുക്കത്തിൽ ഇവർ എത്ര പ്രചരണങ്ങൾ നടത്തിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എന്ത് ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പറയുന്നത് പോലെ ഒരു റബ്ബർ പന്ത് എത്ര സ്ട്രോങ് ആയിട്ട് നിലത്തേക്ക് ഇട്ടാലും അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് പൊന്തുന്നത് പോലെ ഇസ്ലാം നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. ആളുകളുടെ മെമ്പർമാരുടെ എണ്ണം കൂടുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് പരിചയപ്പെടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് കബൂലാക്കി തരുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യകാലത്തെ വിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ അത് നമ്മൾ